ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കളക്ഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നതിലെ ഒരു ഏകദേശം പകുതിയോളമുള്ള ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാം. കളക്ഷൻ ഓഫ് ദ ഡാറ്റ രണ്ട് സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സ്, ഇൻറ്റേർണൽ സോഴ്സ്. ദെൻ എക്സ്റ്റേണൽ സോഴ്സിൽ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ടേഴ്സറി ഡാറ്റ എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചു. ദെൻ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം പഠിച്ചു. അതിൻ്റെ മെറിറ്റ്, അതിൻ്റെ ഡിമെറിറ്റ് എന്നുള്ളത് നോക്കി. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ അല്ലേ നമ്മൾ നോക്കിയത്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ മെറിറ്റ്, അതിൽ പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, മെയിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്, ദെൻ ഇൻഫർമേഷൻ ഫ്രം കറസ്പോണ്ടൻറ്റ് ത്രൂ ദ കറസ്പോണ്ടൻറ്റ്, ദെൻ ക്വസ്റ്റ്യനെയറൊക്കെ അയച്ചിട്ടുള്ള ഡീറ്റെയിൽ എല്ലാ ഏരിയയും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഡാറ്റ രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാം. ആ കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ സെൻസസ് മെത്തേഡും ഉണ്ട്, സാമ്പിൾ മെത്തേഡും ഉണ്ട്, സാമ്പിൾ സർവേ മെത്തേഡും ഉണ്ട്. അതിൽ സെൻസസ് മെത്തേഡ്, അതല്ലെങ്കിൽ അതിനെ യൂണിവേഴ്സ് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് പോപ്പുലേഷൻ എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ആൻസർ പറയുക, ആ രാജ്യത്തുള്ള മൊത്തം ജനങ്ങൾ, ദ ടോട്ടൽ ഇൻഹാബിറ്റൻസ് ഇൻ ദാറ്റ് കൺട്രി, ആ രാജ്യത്തുള്ള മൊത്തം ജനങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? നമ്മൾ പോപ്പുലേഷൻ എന്ന് വിളിക്കും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോപ്പുലേഷൻ എന്നുള്ളത് അർത്ഥമാക്കിയത് മറ്റൊരു രീതിയിലാണ്. സെൻസസ് അതല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള രീതിയിലാണ് പോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ആദ്യം സെൻസസ് മെത്തേഡ്, അതല്ലെങ്കിൽ പോപ്പുലേഷൻ മെത്തേഡ്, അതല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് നോക്കാം. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഒരു മീനിങ്, ഒന്ന് ശ്രദ്ധിക്കാം. സെൻസസ് മെത്തേഡ് which denotes the aggregate from which the data are to be collected in a statistical enquiry. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഏരിയയിലെ ഏതാണോ നമ്മുടെ ഏരിയ ഓഫ് ദ സ്റ്റഡി എന്നുള്ളതുണ്ടെങ്കിൽ ആ ഏരിയ ഓഫ് ദ സ്റ്റഡിയിലെ എല്ലാ ഐറ്റവും, അഗ്രിഗേറ്റ് ഐറ്റവും നമ്മൾ എന്ത് ചെയ്യാണ്, പഠന വിഷയമാക്കിയിട്ട് സർവേ നടത്താനായിട്ട് ഉപയോഗിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? സെൻസസ് മെത്തേഡ്, അല്ലെങ്കിൽ പോപ്പുലേഷൻ മെത്തേഡ്, അതല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു ആക്ടിവിറ്റി പറയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ്, അതല്ലെങ്കിൽ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ പോപ്പുലേഷൻ അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂൾ ഏതാണോ ആ സ്കൂളിലുള്ള മൊത്തം കുട്ടികളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? പോപ്പുലേഷൻ മെത്തേഡ്, അതല്ലെങ്കിൽ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിനെ മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. ദ ടോട്ടാലിറ്റി ഓഫ് ദ ഐറ്റംസ് ആർ സ്റ്റഡി. ടോട്ടാലിറ്റി നേരത്തെ പറഞ്ഞത് തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നുള്ളൂ. ടോട്ടാലിറ്റി ഓഫ് ദി ഐറ്റംസ് ആർ സ്റ്റഡി. ആ ഏരിയ, നമ്മുടെ ഏരിയ ഓഫ് ദ സ്റ്റഡിയിലെ ടോട്ടാലിറ്റി ഐറ്റം, ടോട്ടലായിട്ടുള്ള ഐറ്റംസിനെ എന്ത് ചെയ്യുന്നുണ്ട്? പഠന വിഷയമാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, എക്സാമ്പിൾ പറഞ്ഞ പോലെ, നിങ്ങളുടെ സ്കൂളിലെ സ്പെൻഡിങ് ഹാബിറ്റിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ സെൻസസ് മെത്തേഡ് അതല്ലെങ്കിൽ പോപ്പുലേഷൻ മെത്തേഡിലാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നു എങ്കിൽ ആ സ്കൂളിലെ മൊത്തം കുട്ടികളെ, ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ
ഏകദേശം 6000 കുട്ടികളുണ്ടെങ്കിൽ ആ 6000 കുട്ടികളെയും പഠന വിഷയമാക്കി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുവെങ്കിൽ ആ ഒരു മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? സെൻസസ് മെത്തേഡ്, അതല്ലെങ്കിൽ പോപ്പുലേഷൻ മെത്തേഡ് ഓർ യൂണിവേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള രീതിയിലെല്ലാം പറയുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അധ്യാപകരോ മറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസോ സെൻസസ് എടുക്കാൻ വരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു അല്ലേ? നിങ്ങളുടെ അല്ലെങ്കിൽ ഇൻകം ചോദിക്കുന്നു, എംപ്ലോയ്മെൻറ്റ് ചോദിക്കുന്നു, ദെൻ എഡ്യൂക്കേഷൻ ലെവൽ ചോദിക്കുന്നു. ഇപ്പോൾ സോഷ്യോ എക്കണോമിക് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡാറ്റ അവർ സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം അവർ ചോദിച്ചിരിക്കും. നിങ്ങൾക്കറിയോ നമ്മുടെ ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് എടുക്കുന്നത്? 10 വർഷമാണ്. നമ്മുടെ ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സെൻസസ് ഡാറ്റ എടുത്ത അല്ലെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർഷം ഏതായിരിക്കും? 2011 അല്ലേ? 10 വർഷം കൂടുമ്പോഴാണ്. ഇനി അടുത്ത ഏത് വർഷത്തിലായിരിക്കും? 2021 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൻസസ് ഡാറ്റ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോഴാണ് എന്ത് ചെയ്യാറ്? നമ്മുടെ സെൻസസ് ഡാറ്റ അല്ലെങ്കിൽ സെൻസസ് പബ്ലിഷ് ചെയ്യാറ്. ഇന്ത്യയിൽ ഇങ്ങനെ സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യാനും അതേപോലെ അത് പബ്ലിഷ് ചെയ്യാനും ഒരു ഏജൻസി ഉണ്ട്. ദ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഏജൻസിയാണ്, എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ മെറിറ്റ്സ് അതേപോലെ തന്നെ ഡീമെറിറ്റ് സൈഡിലേക്ക് പോവാം. സെൻസസ് മെത്തേഡിൽ നമ്മൾ എല്ലാ ഐറ്റവും അല്ലേ അഗ്രിഗേറ്റ് ഐറ്റം എടുക്കുന്നുണ്ടെന്നുള്ള ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. എല്ലാ ഐറ്റംസ് സെലക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ റിലയബിൾ ആയിരിക്കും അല്ലേ? സെൻസസ് ഡാറ്റ മോർ റിലയബിൾ ആൻഡ് മോർ ആക്യുറേറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സാമ്പിളിംഗ് എറർ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ആ സാമ്പിളിംഗ് എററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സാമ്പിളിംഗ് എറർ വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് മെറിറ്റും ഡീമെറിറ്റും ഞാനിവിടെ ബോർഡിൽ കാണിക്കാം. ആ ബോർഡിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിലെ ആ ടേബിളൊന്ന് നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല, അത് നിങ്ങൾ നോക്കി പഠിക്കാം. ദെൻ അതിൻ്റെ ചില ഡീമെറിറ്റിലേക്ക് നോക്കാം. ഡീമെറിറ്റിൽ സെൻസസ് മെത്തേഡിൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്ക് മോർ ടൈം, ധാരാളം സമയമെടുക്കും. കുറേ സമയമെടുത്തിട്ട് വേണം എന്ത് ചെയ്യുക? ഡാറ്റ കളക്ട് ചെയ്യാൻ. മോർ ടൈം കൺസ്യൂമിങ് ആണ്, അതേപോലെ തന്നെ മോർ എക്സ്പെൻസീവ് ആണ്. കാരണം എന്താ? സെൻസസ് ഡാറ്റ കളക്ട് ചെയ്ത് വരാനുള്ള കുറേ സമയമെടുക്കും. ആ കുറേ സമയമെടുക്കുമ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യും? കുറേ ഒഫീഷ്യൽസിനെ വേണ്ടി വരും. ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഡാറ്റ കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ആവശ്യമായിട്ട് വരും. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അതിൻ്റെ ചിലവ് കൂടും. പിന്നെ എന്താ വെച്ചാൽ മറ്റൊരു പ്രോബ്ലം എന്താ വെച്ചാൽ പലപ്പോഴും ചില സമയത്ത് ചില തെറ്റുകളിൽ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു റോ ഡാറ്റ വളരെ വലിയ അല്ലെങ്കിൽ ഹ്യൂജ് റോ ഡാറ്റ ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക. അപ്പോൾ ഹ്യൂജ് റോ ഡാറ്റ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൽ ചില സമയങ്ങളിൽ തെറ്റുകളൊക്കെ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് ഡീമെറിറ്റ് ഞാൻ അതിന് ചുരുക്കി പറഞ്ഞു. ഡീറ്റെയിൽ നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചുള്ള ആ ടേബിളിൽ ഇതിൻ്റെ ടേബിളിൽ നിങ്ങൾക്ക് കാണാം. അടുത്തത് സെൻസസ് ഡാറ്റ കഴിഞ്ഞാൽ അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് സാമ്പിൾ മെത്തേഡാണ്. സാമ്പിൾ സർവേ എന്ന് പറയുന്നത്
തിയറി ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞു, നോക്കാം. എ സാമ്പിൾ സർവേ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ section of population or universe from which the information is to be obtained. സാമ്പിൾ എന്ന് പറയുന്നത് ദ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് എ പോപ്പുലേഷൻ ഓർ യൂണിവേഴ്സ്, പോപ്പുലേഷൻ്റെയോ, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സെൻസസ് ഡാറ്റയുടെയോ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഡാറ്റയുടെയോ അതിൽ ഒരു സെക്ഷൻ, അതിലൊരു ചെറിയ ഗ്രൂപ്പിനെ നമ്മളെ പഠന വിഷയമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഏതെന്ന് പറയാ, സാമ്പിൾ മെത്തേഡ് ഓർ സാമ്പിൾ സർവേ എന്ന് പറയണത്. ഒരു എക്സാമ്പിളൂടെ പറയാം. The problem, we want to find out the problems of agricultural laborers in Thrissur district or Malappuram district. മലപ്പുറം ജില്ലയിലുള്ള ഫാർമേഴ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാർമേഴ്സ് ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട് ഓർ തൃശ്ശൂർ ഡിസ്ട്രിക്ട്, മലപ്പുറം ജില്ലയിലെയോ അല്ലെങ്കിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെയോ മൊത്തം ഫാർമേഴ്സിൻ്റെ എണ്ണം, അതിൻ്റെ പോപ്പുലേഷൻ. അപ്പോൾ അതിൻ്റെ സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ 5% ഓഫ് ഫാർമർ, അല്ലേ, 5% ഓഫ് ഫാർമർ ഫ്രം ദ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു ഫാർമേഴ്സിൽ നിന്ന് ഒരു 5% ഫാർമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെലക്ഷനെ എന്തെന്ന് വിളിക്കുന്നു, സാമ്പിൾ സർവേ ഓർ സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയും. ഞാൻ പോപ്പുലേഷൻ മെത്തേഡ് അല്ലെങ്കിൽ സെൻസസ് മെത്തേഡ് സാധ്യമാവാത്ത ചില സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് എന്തുപയോഗിക്കാം, സാമ്പിൾ മെത്തേഡ് അല്ലെങ്കിൽ സാമ്പിൾ സർവേ മെത്തേഡ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ടീച്ചേഴ്സ് പൊതുവെ ഇപ്പോൾ ചോക്ക് ബോർഡിൽ എഴുതുന്നതൊക്കെ മാർക്കറാണ്. എന്നാൽ പണ്ട് കാലങ്ങളിലെല്ലാം ചോക്കായിരുന്നു. ആ ചോക്ക് നല്ലതാണോ അല്ലെങ്കിൽ നല്ല ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി സെൻസസ് മെത്തേഡാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ചോക്കയാണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ചോക്കയും പൊട്ടിച്ച് നോക്കണ്ടേ? സാമ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൽ നിന്ന് ഒരു ചോക്ക് ബോക്സ് എടുക്കുക, അതിൽ നിന്നൊരു ചോക്ക് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുക. പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ആ മൊത്തം ചോക്കയുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി പറയാം. ഇത് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ചോറ് വെന്തോ എന്നുള്ളത് നമ്മുടെ അമ്മയും അല്ലെങ്കിൽ അമ്മമാരും അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ എങ്ങനെ നോക്കുക, തിളച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ചോറിന് അല്ലെങ്കിൽ ഒരു കൊട്ടക്കൈയിൽ ഉപയോഗിച്ചിട്ട് എടുത്തതിന് ശേഷം എല്ലാതും ഇങ്ങനെ പരത്തി വെച്ചിട്ട് നോക്കുകയാണോ? അല്ല, അല്ലേ? എന്താ ചെയ്യാറ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്, അതിൽ നിന്ന് ഒന്നിനെ എടുത്ത് അല്ലെങ്കിൽ ഒരു കൈലി ഉപയോഗിച്ചിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഞെക്കി നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് മനസ്സിലാവും അത് വെന്തോ എന്ന്. അതൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ പറയുമ്പോഴാണ്, ഞാനിപ്പോൾ ഈ ബുക്കിലുള്ള എല്ലാ എക്സാമ്പിൾ പറഞ്ഞാൽ പലപ്പോഴും കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സാമ്പിളുകൾ പറയണത്. മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ ആ ഒരു മെത്തേഡ് എന്താ, സാമ്പിളിംഗ് മെത്തേഡാണ്. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് സാമ്പിൾ മെത്തേഡിൻ്റെ മെറിറ്റും ഡീമെറിറ്റുമാണ്. സാമ്പിൾ മെത്തേഡിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഞാൻ ഇവിടെ ടേബിൾ കാണിക്കാം. ആ ടേബിളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ കോമൺ ആയിട്ട് കുറച്ച് അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ഇവിടെ പറയാം. നമുക്ക് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ, അല്ലേ, വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കുറഞ്ഞ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ടൈം ഉപയോഗിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഏത് മെത്തേഡ് ഉപകരിക്കും, സാമ്പിൾ മെത്തേഡ് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഏരിയ ഓഫ് ദ സ്റ്റഡി വെരി ലാർജ്, കൂടുതലാണെന്ന് വിചാരിക്കുക. ഏരിയ ഓഫ് ദ സ്റ്റഡി വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് പഠനം നടത്താനുള്ള എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സാമ്പിൾ സെലക്ട് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോക്ക് അല്ലെങ്കിൽ അരി പോലുള്ള അരി വെന്തോ ചോക്ക് എന്നാൽ ഉറപ്പുള്ളതാണോ എന്നൊക്കെ പരിശോധിക്കാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കാം, സാമ്പിൾ മെത്തേഡ് ഉപയോഗിക്കാം. സാമ്പിൾ മെത്തേഡിൻ്റെ ചില ദോഷങ്ങൾ ഞാൻ പറയാം, നെഗറ്റീവ്സ് പറയാം. സാമ്പിൾ മെത്തേഡ് നമ്മൾ ഈ പാർട്ട് ഓഫ് യൂണിവേഴ്സ് അല്ലേ സെലക്ട് ചെയ്യണത്. സാമ്പിൾ എന്ന് പറയുന്നത് എന്താ, ദ ഗ്രൂപ്പ് ഓഫ് ഐറ്റം അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് എ പോപ്പുലേഷൻ.
പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ സെലക്ട് ചെയ്യണത്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് കൃത്യത ഉണ്ടാവണമെന്നില്ല, ആക്യുറേറ്റ് ആയിരിക്കണം എന്നില്ല. അതിൽ ചില തെറ്റുകളൊക്കെ വരാം. അത് നമ്മൾ അടുത്തൊരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നെ പഠിക്കാനുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ദർ ഹാസ് 2 types of sampling, random sampling and non-random sampling. Random sampling, otherwise it is known as the probability sampling. ആ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ തന്നെ വീണ്ടും 4-5 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ പേരുകൾ പറയാം. ഇവിടെ ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, അങ്ങനെ ഉള്ളവയാണ് ഏതെന്ന് പറയുന്നത് റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നത്. നമ്മൾ അതേപോലെ നോൺ റാൻഡം സാമ്പിളിങ്ങും പറയാനുണ്ട്. നോൺ റാൻഡം സാമ്പിളിങ്ങിൽ ഡെലിബറേറ്റ് സാമ്പിളിംഗ്, ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുണ്ട്. അത് നമുക്കത്ര വിശദീകരിച്ചൊന്നും പഠിക്കാനില്ല, എന്നാലും നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷനിലുള്ള എല്ലാ ഐറ്റത്തിനെയും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്, ഈക്വൽ ചാൻസ് ആണ് എന്തായിട്ട് സെലക്ട് ചെയ്യാൻ, ആസ് എ സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ ഈക്വൽ ചാൻസ് കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഞാൻ സ്പീച്ചിന് വേണ്ടി സെലക്ട് ചെയ്യാണ്. പേടിയായോ? ഇല്ലല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും പേര് എഴുതിയിടും. എല്ലാ കുട്ടികളുടെ പേര് എഴുതിയിട്ട് ലോട്ടാക്കി മാറ്റുന്നു. ആ ഒരു പാത്രത്തിലിട്ടിട്ട് ആ പാത്രത്തിൽ നിന്ന് ഒരു ലോട്ട് എടുക്കുന്നു. അപ്പം എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ലേ? ഞാൻ ലോട്ട് എടുക്കുന്ന സമയം വരെ നിങ്ങൾ ആരുടെ പേരാണോ വായിക്കുന്നത് അതുവരെ ചിലവരുടെ ഉള്ളിൽ ഒരു കാളലുണ്ടാവും, ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും. എൻ്റെ പേര് വരരുതേ എന്നുള്ളത് ആലോചിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു സാമ്പിളിങ്, അങ്ങനെ ഞാൻ എടുക്കുന്ന സാമ്പിളിങ് എന്ത് സാമ്പിളിംഗ് എന്നാ പറയാ? റാൻഡം സാമ്പിളിംഗ് ആണ്. ആ റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ചുള്ള തിയറി ഒന്ന് ഞാനോട് പറയാം. Random sampling, it refers to that the technique in which each and every unit of the population has an equal opportunity of being selected as a sample. സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനെയും എന്താണ്, പോപ്പുലേഷനിലെ എല്ലാ ഐറ്റത്തിനെയും, പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ ഐറ്റം എന്ന് പറയേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തന്നെ അർത്ഥം കിട്ടി. അപ്പോൾ ആ പോപ്പുലേഷനിലെ ഐറ്റത്തിന് ഈക്വൽ ചാൻസ് അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ടൈപ്പുള്ള ഒരു സാമ്പിളിംഗ് ആണ് ഏതെന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആ റാൻഡം സാമ്പിളിങ്ങിൽ 2 മെത്തേഡുകളുണ്ട്. റാൻഡം സാമ്പിളിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഞാൻ പറഞ്ഞു. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞ ഒന്നാമത്തതുണ്ട്. ആ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് തന്നെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്, ലോട്ടറി മെത്തേഡ് എന്നും ടേബിൾ നമ്പർ മെത്തേഡ് എന്നും. അതിൽ ആ ലോട്ടറി മെത്തേഡ് എന്താണെന്നുള്ളതാണ് നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളെ സ്പീച്ചിലേക്ക് ഏതെങ്കിലും ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്താ, ലോട്ടറി മെത്തേഡാണ്. കാരണം നിങ്ങൾ ലോട്ടറി എടുക്കുന്ന ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ? എന്താ, കുറേ നമ്പേഴ്സ് ഇങ്ങനെ കിടന്ന് കറങ്ങും, പെട്ടെന്ന് ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഒരു നമ്പർ പോയിട്ടൊരു സ്ഥലത്തിരിക്കും. അതിലുള്ള 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് എന്താ, ഈ നമ്പേഴ്സിനൊക്കെ ഈക്വൽ ചാൻസാ. അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബട്ടൺ ഞെക്കുമ്പോൾ ആ ഒരു നമ്പർ വരും. അങ്ങനെ എടുക്കുന്ന മെത്തേഡിന് എന്തെന്ന് പറയുന്നു? ലോട്ടറി മെത്തേഡ്. ഞാൻ സിമ്പിൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ടെക്സ്റ്റ് ബുക്കിൽ ബന്ധപ്പെട്ടുള്ള എക്സാമ്പിളുകളൊന്നും ഞാൻ പറയണില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നേരിട്ട് കാണുന്ന എക്സാമ്പിളുകളാണ് ഞാൻ പറയുന്നത്. അതിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലോട്ടറി മെത്തേഡുണ്ട്, അതേപോലെ തന്നെ ടേബിൾ നമ്പർ മെത്തേഡുണ്ട്. ടേബിൾ നമ്പർ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു റാൻഡം ടേബിളുകളായിട്ട് പാക്കേജസുകളായിട്ടും ഓരോ ഡാറ്റ ഷീറ്റുകളായിട്ടൊക്കെ ഉണ്ട്. അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ലേ, ആ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇല്ല, അത് കണ്ട് കട്ട് ചെയ്യാം. പോപ്പുലേഷനിലുള്ള എല്ലാ ഐറ്റത്തിനെയും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കാതെയുള്ള സാമ്പിളിംഗ് ആണ് ഇതെന്ന് പറയുന്നത് നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിന് നോൺ റാൻഡം സാമ്പിളിംഗിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ടേബിൾ നേരത്തെ കാണിച്ചിരുന്നു, ഞാൻ ഇപ്പോഴൊന്ന് കാണിക്കാം. ആ ടേബിളിലുള്ളത് ഏതൊക്കെയാണ്? ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, ഡെലിബറേറ്റ് സാമ്പിളിംഗ്,
ദെൻ കോട്ട സാമ്പിളിംഗ്, ഇവയൊക്കെയാണ് ഇതിൽ വരുന്നത്, നോൺ റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ സാമ്പിളിംഗ് എന്നുള്ളത് എൻ്റെ ഒരു ഡീമെറിറ്റ് പറഞ്ഞ സമയത്ത് സാമ്പിളിൽ എന്ത് ചെയ്യുക, തെറ്റുകൾ വരാം എന്ന് പറഞ്ഞിരുന്നു. സാമ്പിളിങ്ങിൽ വരുന്ന എറേഴ്സിനെ രണ്ടെണ്ണാക്കി മാറ്റിയിട്ടുണ്ട്, സാമ്പിളിംഗ് എറർ എന്നും നോൺ സാമ്പിളിംഗ് എറർ എന്നും. സാമ്പിളായിട്ട് നമ്മൾ സംഖ്യകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന തെറ്റുകളാണ്. ആ തെറ്റുകൾ കണ്ടെത്താനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. സാമ്പിളിംഗ് എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ. ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ. ഉദാഹരണമായിട്ട് ഞാനൊരു കുറച്ച് നമ്പേഴ്സ് ഇവിടെ എഴുതുന്നു. 20, 10, 50 ആൻഡ് 70. 4 നമ്പേഴ്സ് എഴുതി, ഒരു നമ്പറും കൂടി എഴുതാം, 80. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാൻ ചോദിക്കുന്നു. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് ദ ആവറേജ്? എക്സ് ബാർ ഈസ് ഇക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ അല്ലേ? എത്ര എണ്ണം ഉണ്ട് നോക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 20 പ്ലസ് 10 പ്ലസ് 50 പ്ലസ് 70 പ്ലസ് 80 ഡിവൈഡഡ് ബൈ എത്ര ഉണ്ട് എണ്ണി നോക്കുക? 1, 2, 3, 4, 5 അഞ്ചെണ്ണം അല്ലേ? ഡിവൈഡഡ് ബൈ 5. Therefore, what is the sum? 150, 200, 230. 230 കിട്ടി. ഡിവൈഡഡ് ബൈ 5. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നു? 20, 46 കിട്ടി. അപ്പോൾ ആക്ച്വൽ വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് എത്ര കിട്ടി? 46 കിട്ടി. ഇനി നമ്മളിതിൽ സാമ്പിളിംഗ് വാല്യൂ എടുക്കുകയാണ്. ഇതിൽ തന്നിരിക്കുന്ന ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുത്തു. 2 നമ്പേഴ്സ് എടുത്തിട്ട് ആ 2 നമ്പേഴ്സിൻ്റെ സപ്പോസ് ഈ ആദ്യത്തെ 2 ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കട്ടോ. ഞാനിപ്പോൾ ഇതിലെ ആദ്യത്തെ 2 നമ്പേഴ്സ് എടുത്തു. ആ 2 നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടെത്തി. എക്സ് ബാർ ഈസ് ഇക്വൽ ടു 20 plus 10 divided by 2, that is equal to 30 divided by 2 is equal to 50. Therefore, sampling error is equal to actual value എത്ര കിട്ടി? 46 minus then sampling value what is the answer? 15 minus ചെയ്യുമ്പോൾ 1 3 31 അല്ലേ? അപ്പോൾ സാമ്പിളിംഗ് എറർ ഇവിടെ എത്ര കാണിച്ചു? 31. അപ്പോൾ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്ന കിട്ടുന്ന നമ്പേഴ്സ് എത്രത്തോളം സീറോയുടെ അടുത്തേക്ക് എത്രത്തോളം മിനിമൈസ് ചെയ്തു വരുന്നുവോ അത്രത്തോളം എന്ത് ചെയ്യുന്നു? സാമ്പിളിംഗ് എറർ ഇല്ലാതെയായി മാറുന്നു. മീനിങ് മനസ്സിലായോ? സാമ്പിളിംഗ് എറർ എങ്ങനെ മിനിമൈസ് ചെയ്യുക? ഒന്നുകിൽ ലാർജർ വാല്യൂ, അല്ലെങ്കിൽ സാമ്പിൾസ് നമ്മൾ എടുക്കുമ്പോൾ ലാർജർ വാല്യൂസ് എടുക്കുക. ലാർജർ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ സാമ്പിളിംഗ് എറർ എന്ത് ചെയ്യും? മിനിമൈസ് വരും. വലിയ നമ്പേഴ്സ് എടുത്തിട്ട് ചെയ്യുമ്പോൾ സാമ്പിളിംഗ് എറർ മിനിമൈസ് ചെയ്ത് വരും. അപ്പോൾ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ വരുന്ന തെറ്റുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് കണ്ടെത്തേണ്ട ഇക്വേഷൻ ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ. നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. സാമ്പിൾ എടുക്കുമ്പോഴുള്ള തെറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സാമ്പിളിംഗ് എറർ കണ്ടെത്തേണ്ട ഇക്വേഷൻ എന്താ? സാമ്പിളിംഗ് എറർ ഈസ് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ. നമ്മളിവിടെ സാമ്പിളിംഗ് ചെയ്യുന്ന പ്രോസസ്സിനോട് അല്ലാതെ അല്ലെങ്കിൽ നോൺ സാമ്പിളിംഗ് എറേഴ്സ്, സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടല്ലാതെ വരുന്ന ചില തെറ്റുകൾ, നോൺ സാമ്പിളിംഗ് എറേഴ്സ് നോക്കാം. അത് എറേഴ്സ് ഇൻ ഡാറ്റ അക്വസിഷൻ. ഫസ്റ്റ് പോയിന്റ്, എറേഴ്സ് ഇൻ ഡാറ്റ അക്വസിഷൻ. എറേഴ്സ് ഇൻ ഡാറ്റ അക്വസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ എടുക്കുന്നു. ആ ഡാറ്റ എടുക്കുന്നതിൻ്റെ മെഷർമെൻറ്റ് വ്യത്യസ്ത രീതിയിലായാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ടീച്ചർ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് അളന്ന് വരാൻ. ഞാൻ ഏൽപ്പിച്ചു, നിങ്ങൾ അളന്നിട്ട് വന്നു. ഞാൻ നിങ്ങൾ പലരും തന്ന പേപ്പറുകൾ വായിച്ചു നോക്കി. സപ്പോസ് നൂറുൽ അമീൻ 162 സെൻറ്റിമീറ്റർ ഒരുത്തൻ എഴുതി തന്നു. അടുത്ത ആൾ
ഗായത്രി, പേരൊന്നും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആരും തോന്നണ്ട. ഗായത്രി 65 എഴുതി. ദെൻ ഹനീം ജാഫർ ഒരു 125 എഴുതി. ഇതിൽ സെൻറ്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ ഫീറ്റ് എന്നോ നിങ്ങളാരും രേഖപ്പെടുത്തിയിട്ട് തന്നില്ല. ഈ ഡാറ്റ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഡാറ്റ ഞാൻ കളക്ട് ചെയ്ത ഞാൻ അത് വായിച്ചു നോക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൈറ്റ് ഞാൻ അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ ഗായത്രി 65 അല്ലെങ്കിൽ എത്ര 65 സെൻറ്റിമീറ്റർ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലവരെന്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ അല്ലെങ്കിൽ ഫീറ്റിലോ ഒക്കെ അളവുകൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ അക്വസിഷൻ ചെയ്യുമ്പോഴുള്ള ചില തെറ്റുകളുണ്ട്. ഈ പ്രത്യേകിച്ച് മെഷർമെൻറ്റുകളിൽ വരുന്ന തെറ്റുകൾ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ്. ദെൻ അതേപോലെ തന്നെ നോൺ റെസ്പോൺസ് എറേഴ്സ്. നോൺ റെസ്പോൺസ് എറേഴ്സ് എന്ന് പറയുന്നത്, സപ്പോസ് വി ടേക്ക് ദ സാമ്പിൾ ഫ്രം ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ നമ്മൾ എടുത്തു. ആ എടുത്ത ആളെ നമ്മൾ പഠന വിഷയമാക്കാൻ വേണ്ടി എടുത്തു ചെന്നു, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടൊക്കെ തീരുമാനിച്ചു. പക്ഷേ ഹീ ഈസ് നോട്ട് റെഡി ടു റെസ്പോണ്ട്. അദ്ദേഹം തീരെ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം സാമ്പിളായിട്ട് സെലക്ട് ചെയ്തു. ഈ സാമ്പിളായിട്ട് സെലക്ട് ചെയ്ത ആളോട് നമ്മൾ വിവരങ്ങൾ ചോദിക്കുമ്പോൾ അയാൾ യാതൊരു വിധത്തിലുള്ള റെസ്പോണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പഠനം കൊള്ളായില്ലേ, തെറ്റിയില്ലേ? അങ്ങനെ ഒരു എറേഴ്സ് വരാം. അതാണ് നോൺ റെസ്പോൺസ് എറേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സാമ്പിളിംഗ് ബയസ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ബയസ് എന്ന് പറയുന്നത് ചിലപ്പോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് കൊണ്ട് ആ ഒബ്ജക്റ്റീവിൽ നിന്ന് ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനമാക്കി നമുക്ക് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ എടുക്കണം. പക്ഷേ നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് കൊണ്ട് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളായിട്ട് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മളങ്ങനെ ഡാറ്റ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? സാമ്പിളിംഗ് ബയസാണ്. നമ്മൾ ആ പോപ്പുലേഷനെ അനുസരിച്ചിട്ടുള്ള രീതിയിലല്ല നമ്മൾ സാമ്പിൾ എടുത്തത് എന്നുണ്ടെങ്കിൽ അത് സാമ്പിളിംഗ് ബയസാണ്. ഇവയാണ് പ്രധാനമായിട്ടും നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേറ്റ് വൈഡും നാഷണൽ വൈഡും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈഡൊക്കെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ട്. സെൻസസ് ഓഫ് ഇന്ത്യ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO എന്ന് പറയും, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയും. ഞാൻ ഓരോന്നിൻ്റെ ഒരു ഷോർട്ട് ഫോം ഒന്ന് എഴുതാം. ഒന്ന് CSO, ദെൻ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ ലേബർ ബ്യൂറോ, ദെൻ രജിസ്ട്രാർ ഓഫ് ജനറൽ ഇൻ ഇന്ത്യ, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ നേരത്തെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്താണ്, ഇന്ത്യയിൽ പ്രധാനമായിട്ടും നാഷണൽ വൈഡും അതേപോലെ സ്റ്റേറ്റ് വൈഡൊക്കെ ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഏജൻസികളാണ്. ഇവയിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇന്ത്യയുടെ സോഷ്യോ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഡെമോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഡെമോഗ്രാഫി എന്ന് പറയുന്നത് ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ലിറ്ററസി റേറ്റ്, അല്ലേ, അങ്ങനെ സെക്സ് റേഷ്യോ തുടങ്ങിയവ ഓരോന്നും ഇതിനെക്കുറിച്ചും പഠനം നടത്തുന്നത് ഒരു ഏജൻസിയാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ദെൻ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഡാറ്റ കളക്ട് ചെയ്യുന്നു, കളക്ഷൻ നടത്തുന്നു, അതിൻ്റെ ഡാറ്റേനെ കളക്ട് ചെയ്തത് പബ്ലിഷ് ചെയ്യുന്നു. അവർ ഒരു ജേണൽ അവരുടെ ഇറങ്ങുന്നുണ്ട്. ആ ജേണലിൻ്റെ പേരാണ് സർവേക്ഷണ എന്ന് പറയുന്ന ഒരു ജേണലുണ്ട്. ആ ജേണൽ ആരുടേതാണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്. അതേപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് ജനറൽ ഓഫ് ഇന്ത്യ, നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിൽ സെൻസസ് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള അല്ലേ നാഷണൽ ലെവലിലുള്ള ഒരു ഏജൻസിയാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൺസ്യൂമർ പ്രൈസിങ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ എന്താണെന്ന് അറിയാലോ?
ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ, ഇൻക്രീസ് ദ ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് ഡിക്രീസ് ദ ജനറൽ പ്രൈസ് ലെവൽ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ വില വർദ്ധിക്കുന്ന അവസ്ഥ, വില വർദ്ധിക്കുന്നത് കുറയുന്നു. ഇൻഫ്ലേഷൻ ഡീഫ്ലേഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ പ്രൈസ് ഇൻഡെക്സ്, അങ്ങനെയുള്ള കുറേ ഇൻഡെക്സുകളൊക്കെ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തുകയും അത് പബ്ലിഷ് ചെയ്യുന്നതും ആരെയാണ്? നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനാണ്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഒന്ന് സമ്മറി പറയാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തതും കൂടി പറയാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് കളക്ഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്ന ഭാഗമാണ്. കളക്ഷൻ ഓഫ് ദ ഡാറ്റ സോഴ്സ് മേ ബി ടു ടൈപ്പ്, ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ഇൻറ്റേർണൽ സോഴ്സ് എന്താ? ഒരു ഫേമിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഡാറ്റ കളക്ട് ചെയ്യുക. എക്സ്റ്റേണൽ സോഴ്സ് ദർ ആർ 3 ടൈപ്പ്. അത് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ദെൻ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യേണ്ട മെത്തേഡുകൾ പറഞ്ഞു. പേഴ്സണൽ ഇൻ്റർവ്യൂ മെത്തേഡ്, ടെലിഫോൺ ഇൻ്റർവ്യൂ മെത്തേഡ്, മെയിൽ ക്വസ്റ്റനെയർ മെത്തേഡ്, ദെൻ ഇൻഫർമേഷൻ ത്രൂ കറസ്പോണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. അതിൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ് എന്നിവ നമ്മൾ വിശദീകരിച്ചു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതാ? പൈലറ്റ് സർവേനെ കുറിച്ച് പറഞ്ഞു. പൈലറ്റ് സർവേ ദാറ്റ് ഈസ് എ ട്രയൽ സർവേ. പൈലറ്റ് സർവേനെ കുറിച്ച് അറിയാലോ, ട്രയൽ സർവേ. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള പോയിന്റുകൾ: സെൻസസ് ഡാറ്റ, ആ സെൻസസ് ഡാറ്റയുടെ മെറിറ്റ്, ഡിമെറിറ്റ്. ദെൻ സാമ്പിൾ സർവേ. സാമ്പിൾ സർവേ എന്താണ്? ആ സാമ്പിൾ സർവേയുടെ മെറിറ്റ്, ഡിമെറിറ്റ്. ദെൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്ങിൽ റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്. ആ റാൻഡം സാമ്പിളിംഗ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് തുടങ്ങിയവയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ മാത്രമേ നിങ്ങളുടെ ബുക്കിൽ പഠിക്കാനുള്ളൂ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ആ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ ലോട്ടറി മെത്തേഡും ടേബിൾ നമ്പർ മെത്തേഡും. ദെൻ നോൺ റാൻഡം സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അല്ലേ, ഈക്വൽ ചാൻസ് ഒന്നുമില്ല, അല്ലേ? ഈക്വൽ ചാൻസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. അതിലാണ് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, ഡെലിബറേറ്റ് സാമ്പിളിംഗ്, കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് സാമ്പിളിങ്ങിൽ പ്രധാനമായിട്ട് വന്ന എറേഴ്സാണ്. സാമ്പിളിംഗ് എറേഴ്സിനെ രണ്ടെണ്ണമായിട്ട് മാറ്റിയിരിക്കുന്നു: സാമ്പിളിംഗ് എറർ ആൻഡ് നോൺ സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ കണ്ടെത്താനുള്ളത് ഇക്വേഷൻ ആക്ച്വൽ വാല്യൂ മൈനസ് സാമ്പിളിംഗ് വാല്യൂ. എങ്ങനെ സാമ്പിളിംഗ് എറർ മിനിമൈസ് ചെയ്യാം? ആ ചോദ്യം പരീക്ഷയ്ക്ക് വരാം. എങ്ങനെ? അതിന് ആൻസർ എന്താ? ടേക്ക് ദ ലാർജർ വാല്യൂ. അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ വാല്യൂ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ലാർജർ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എറേഴ്സ് കുറച്ച് കൊണ്ടുവരാം. ദെൻ നോൺ സാമ്പിളിംഗ് എറേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്താ? 3 ഇതുകൊണ്ടാണ് എറേഴ്സ് ഇൻ ഡാറ്റ അക്വിസിഷൻ. അതേപോലെ തന്നെ ഒരു പോയിന്റ് കൂടി പറഞ്ഞല്ലോ, സാമ്പിളിംഗ് ബയസ്, ദെൻ നോൺ റെസ്പോൺസ് പറഞ്ഞു. ദെൻ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യേണ്ട ഏജൻസികളെ കുറിച്ച് പറഞ്ഞു. അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ദെൻ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, ലേബർ ബ്യൂറോ തുടങ്ങിയവയെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.